ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയിമർ. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയ വീഡിയോയിൽ ഒരു മണ്ടത്തരം കാണിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോ ഇടാണ്ട് ഇപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച് എല്ലാ വേൾഡും ക്ലിയർ ചെയ്ത് കളയാം. മറ്റേ വേൾഡ് വേറെയിലാണ്, അപ്ലിക്കേഷൻ എക്സ്റ്റേണൽ അല്ലേ, അതിൽ വേറെയിലാണ്. അതുകൊണ്ട് ഞാൻ ക്ലിയർ ചെയ്ത് കളഞ്ഞാണ് എക്സ്റ്റേണൽ. നോക്കുമ്പോൾ നമ്മുടെ വേൾഡ് അതിലായിരുന്നു, മുഞ്ചിയിലെ. അപ്പോൾ അങ്ങനെ അത് പോയി, അതൊരു മണ്ടത്തരം കാണിച്ച് പോയി. വീടൊക്കെ പകുതിയൊക്കെ പകുതി അത്ര ഒന്നുമില്ല, ഒരു 3 എപ്പിസോഡ് എങ്ങാണ്ട് ഇട്ടിട്ടുള്ളൂ. പ്ലേലിസ്റ്റ് വരെ ഉണ്ടാക്കിയതാണ് ഡ്രാഗനെ കൊല്ലണം പറഞ്ഞിട്ട്. അപ്പം ഇന്ന് നമ്മൾ ലെറ്റ്സ് പ്ലേ 2 തുടങ്ങാൻ പോവാണ്. പ്ലേലിസ്റ്റിൻ്റെ പേര് ലെറ്റ്സ് പ്ലേ 2. പക്ഷേ ഷെയ്ഡറൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ. അതിൽ കളിക്കുമ്പോൾ ബാക്കിൽ മറ്റേ ഓക്കായിരുന്നില്ല, ഇത് മാംഗ്രോവ്സാണ്. ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫെയ്ത്ത്ഫുള്ളാണ്. അത്യാവശ്യം ഒരു കാർട്ടൂൺ, ഇത് നമ്മുടെ എഴുതിയിരിക്കുന്ന ഒരു ഇത് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഷെയ്ഡർ മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്നും പുതിയ വേൾഡ് ഉണ്ടാക്കാം. ഞാൻ സീഡൊക്കെ അടിച്ചിട്ട് ഉണ്ടാക്കണം. അത് റാൻഡോ ആണോ തോന്നുന്നു. അത് റാൻഡോ അതോ വേറെന്തോ, അത് റാൻഡോ ആയിട്ടാ വേറെ ഏതോ സീഡ് അടിച്ചിട്ടാണ്. ഇതിൽ ഞാനൊരു സീഡ് അടിക്കാം. അന്നുണ്ട് ഈസിലിട്ട് കളിക്കുക, എന്നെ കൊണ്ടാവില്ല. വേറെ വല്ല യൂട്യൂബ്സ് ആണെങ്കിൽ ഹാർഡിലൊക്കെ ഇട്ട് കളിക്കുക. സൂചിയണ്ണനെ പോലുള്ള പവർ മൈൻക്രാഫ്റ്റ് ഗോഡാണ് സൂചിയണ്ണൻ. സൂചിയണ്ണനൊക്കെ കളിക്കും, എന്നെ കൊണ്ടാവില്ല. സീഡടിക്കാം. ടെംപ്ലേറ്റ്സിൻ്റെ ഓപ്ഷനുകൾ എടുത്ത് കളയണ്ട. സീഡ് എന്താ വെച്ചാൽ എന്തടിക്കും? 4 4 7 വലിയ സീഡില്ല. അല്ലെങ്കിൽ വേണ്ട, ഒരു മിനിറ്റ്, മൈനസും കൂടെ അടിക്കാം. മൈനസ് അവിടെ -44 7 പിന്നെ 5 6 5 6 ഒരു 5 6 കൂടെ അടിക്കാം. 5 3 അടിക്കുക, ഒരു വ്യത്യാസം പറ്റും കുറച്ച്. 9 2 ഇവിടെ നിന്ന് 2 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. 4 മുട്ട ഇട്ട് എന്തടിക്കും 8 വേണ്ട, 7 1 അടിക്കാം. 7 1 അടിച്ചിട്ട് 3 4 നിൽക്ക്. ഇനി 9 വേണ്ട, ശരിയാവില്ല. 0 കഴിഞ്ഞിട്ട് എന്തടിക്കും? 0 പോലെ കുറച്ചൊക്കെ ഇരിക്കുന്ന 2 0 8 അടിച്ചുകൂടാ. അപ്പോൾ നമ്മുടെ സീഡ് ഇതാണ്. ആർക്കെങ്കിലും നമ്മുടെ സീഡ് വേണമെങ്കിൽ നോക്കി ചെയ്തു. സീഡാണ്, സീഡ് കുറേ നേരം കാണിച്ചിട്ടുണ്ട്. ഇനി കാണിക്കാൻ പറ്റില്ല. ക്രിയേറ്റ് മറ്റേ ഷെയ്ഡറൊക്കെ ഇട്ടുണ്ട്. എഴുത്തൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോ ആയിരിക്കും. ധന്യം കൂടിയിട്ടുണ്ട്. ഇത് അത്ര ലോങ്ങൊന്നും പറയാം, ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. പറ്റുന്ന പോലെ ചെറുതാക്കാൻ നോക്കാം. ലോങ് ആണെങ്കിൽ ലോങ്ങാവും. അയ്യോ, ലോഡിങ് കുറേ നേരം എൻ്റെ ഫോണിൽ ലോഡി പൈസ തോന്നുന്നു. ഇനി ലോഡിങ് കിട്ടണം. വന്ന് വീണിട്ടുണ്ട്, എങ്ങോട്ടും അനങ്ങിയിട്ടില്ല. ശിവനെ, ഇതാ കുറച്ച് ഷെയ്ഡറൊക്കെ ഇട്ടുണ്ട്. നമ്മളെ സിനകൻ്റെ മോളിൽ തന്നെ ഞാൻ കാണുന്ന ഒരു ചെറിയൻ്റെ ബ്ലോസമാണ്. നല്ല ചെറിയ ബ്ലോസം.
ഗൈസ് ചെറിയ ഷെയ്ഡർ ഉണ്ട്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങനെ. അല്ല നിങ്ങൾക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, ഷെയ്ഡറിൽ ഇപ്പം എന്താ കാര്യം ഗൈസ്. നല്ലൊരു ചെറിയ ബ്ലോസത്തിന് അവിടെ തന്നെയാണ് സ്പോണായിരിക്കുന്നത്. ആദ്യം തന്നെ ഈ കേവിൻ്റെ അടുത്തുള്ള ചെറിയ മരം വേണ്ട, ഇപ്പുറത്തുള്ള ചെറിയ മരത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് വീട്ട് പോരച്ചെടുക്കാം. ഇതെന്താണ്ടാ ഇങ്ങനെ നിൽക്കുന്നത്? ഇതവിടെ ഹണീബീൻ്റെ കൂടുണ്ട് തോന്നുന്നു കേട്ടോ. അതെന്താ വില്ലേജ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ വില്ലേജ് അല്ലയോ അത്? എൻ്റെ ഒരു സീഡ് ദൈവമേ, ഇത്ര അടുത്ത് വില്ലേജടാ. സ്പോണിൻ്റെ 200 ബ്ലോക്കും കൂടെ ആയിട്ടടാ. 200 ബ്ലോക്ക് ആയെന്ന് എനിക്കറിയില്ല. എന്നാലും ഇത്ര അടുത്ത് വില്ലേജ്. എന്തായാലും ഇതൊക്കെ പൊടിച്ചിട്ട് പോവാം. വില്ലേജ് എടുക്കുക, ഇത്ര അടുത്ത് വില്ലേജടാ. ഓ ബെഡിലാ പോയി. ഞാനല്ലാട്ടോ, അനിയൻ്റെ കുഴപ്പമാണ്. അപ്പോൾ കഴിച്ച് ഇത്ര അടുത്ത് വില്ലേജ് ഇടിൻ്റെ സമാധാനം. നമുക്കിത് കൊണ്ട് നമ്മളിതാ ഷീപ്പുണ്ട്, ഷീപ്പിനെ കാറ് വേണം. അല്ല നമുക്ക് പിന്നെ എടുക്കാം ഷീപ്പിനെ. ക്യാരറ്റൊക്കെ ഇങ്ങനെ തളിച്ച് നിൽക്കണം. ഷിങ്കി ഡുങ്കി തൊട്ടടുത്തന്നെ വില്ലേജ് വരുന്നത്. വെറുതെ ചിന്തയൊക്കെ അടിച്ച് ഇതാണെങ്കിൽ അപ്പോൾ നമുക്ക് വില്ലേജൊക്കെ കിട്ടും. പിന്നെ എന്നപ്പോൾ കളിക്കാൻ ആഗ്രഹമുള്ളവർ കളിച്ചു. ഇത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടില്ല പോലത്തെ വില്ലേജ്, പക്ഷെ ചെറിയ ബ്ലോസമല്ല. അല്ല ഇത് മുകളിൽ ഇങ്ങനത്തെ വീടുകളുമല്ല. വീടുകൾക്കൊക്കെ നല്ല വ്യത്യാസം ഉണ്ട്. പറഞ്ഞോളൂ, ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാണ്. അത്യാവശ്യം ചെറിയൊരു വില്ലേജ്, അത്ര ബിഗൊന്നും അല്ല. അതാ ബീ നെസ്റ്റ് അവിടെ. ഇവിടെ ബീ കിടന്ന് തിരിയുന്നുണ്ട്, നെസ്റ്റ് മാത്രം കാണില്ല. ഇവിടെ ഇഷ്ടംപോലെ പൂവുണ്ട്. ഈ ബീക്ക് ഇവിടെയൊക്കെ വന്ന് തിരിയും. സുഖം സന്തോഷം. അപ്പം നമുക്ക് മറ്റവനുണ്ടാക്കി വിടാം, കോപ്പർ കോളം. അതാവുമ്പോൾ അവനെ പോളിഷ് ചെയ്യാനുള്ള ഹണീബീൻ്റെ തേനും കിട്ടുമല്ലോ. ഹണി കോമ്പ് അവന് വേണ്ടതല്ലല്ലോ. ഇനി മുതൽ ഇതാണ് എൻ്റെ വീട്. റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും വീട് കെട്ടാം. ഈ മലയുടെ മണ്ടയ്ക്ക് ശരിയാവില്ല. ഈ സൈഡിൽ എവിടെയെങ്കിലും പ്ലെയിൻസിൽ കെട്ടാം. പ്ലെയിൻസിലാണ് എനിക്കിഷ്ടം. ചെറി ബ്ലോസത്തിൻ്റെ ലോക്ക് സൂപ്പർ. ഇങ്ങനെ കുശുപ്പ് കേൾക്കണമെങ്കിൽ അനിയാണ് കുറച്ച് ശബ്ദം കൂട്ടി സംസാരിക്കും. ഏജ് ഗെയിമിങ്സോണ് മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ കിട്ടിയ പോലത്തെ ഉണ്ടല്ലോ എന്ന്, അതാണ് അവൻ പറഞ്ഞത്. വേറെ പേടിക്കാനുള്ളത് ഒന്നും ആയിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഒരു ഇത് റിയലിസ്റ്റിക് ഒന്നുണ്ട്. ഷെയ്ഡർ ഇട്ടപ്പോൾ റിയലിസ്റ്റിക് അല്ല, അത് പിക്കാക്സൊക്കെ വളഞ്ഞിട്ടുണ്ട്. ക്രാഫ്റ്റിൻ്റെ ലുക്കൊക്കെ മാറി, കുറച്ച് കളറൊക്കെ മാറി. അത്യാവശ്യം ഷെയ്ഡറൊക്കെ ഇട്ടുണ്ട്. കുശുപ്പ് കേൾക്കണമെങ്കിൽ എൻ്റെ അനിയനാണ്. ഇത് വ്ളോഗിങ് ചാനലല്ല, ഇത് ഗെയിമിങ് ചാനലാണ് ബ്രോ. ശരി. അയ്യോ ഒന്നുമില്ല ഗൈസ്. ബോയ്സ് മാറ്റർ അല്ല, ഫാമിലി മാറ്റർ അല്ല, ബ്രദേഴ്സ് മാറ്റർ. എന്താണ് ഇങ്ങനെ പറയുന്നത്? ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംഭവമാണ്, എന്തുവാന്ന് എനിക്കറിയില്ല. എന്തോ പ്രശ്നം പറ്റിയല്ല, മൈൻക്രാഫ്റ്റ് ഗെയിമിന് എന്തോ പ്രശ്നം പറ്റി. ഞാൻ നോക്കുമ്പോൾ റെക്കോർഡ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയി. നിങ്ങൾക്ക് ഞാൻ ഒരു
അലേർട്ട് വന്നാണ് 500 MB സ്റ്റോറേജ് കണ്ടിട്ട്. അത് ശരിയായിരുന്നു, ഞാൻ ഫുള്ള് കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കളഞ്ഞ് ഡിലീറ്റ് ചെയ്തൊരു ഇതാക്കിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മൈൻക്രാഫ്റ്റ് ഞാൻ വീണ്ടും ആ വേൾഡ് വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാവണം, അതാണ് പ്രശ്നം. ദാറ്റ് ഈസ് ദ പ്രശ്നം. ഗൈസ് അതിൻ്റെ ഒരു 3 ഇതും കൂടെ ഉള്ളൂ. ഈ സർവൈവ് കാണിക്കും. സർവൈവ് 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 ആ സർവൈവ് ആകുന്നുണ്ട്. വീട്ടിൻ്റെ ഉള്ളല്ല. അയ്യോ സോംബി ഓർഡർ 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 ഓർഡർ. ഈ വില്ലേജർ മാങ്ങാത്തലേ ഉള്ളിക്കർ. ഓ വാതിലും കൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബെഡ് വെച്ച് കിടക്കണമല്ലോ പറഞ്ഞേ. സ്ഥലം മാറ്റി കിടന്നാൽ മതി, അതെൻ്റെ ബുദ്ധി. പഴയ പോലെ തന്നെ വയ്ക്കാം, അല്ല എന്നാലും ഒരു ലുക്കുള്ളൂ ബെഡിന്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവണം. തലയിലല്ല ബാൻഡേജ് ഇട്ട പോലെ. സോംബി വില്ലേജറിനെ അടിക്കണേ. അതാ വില്ലേജർ തീർന്നടാ. പാട്ടി വില്ലേജർ ബുദ്ധിയില്ല, പോറുമില്ല. ഓ എങ്ങനെയാ സോംബി കയറിയെന്ന് മനസ്സിലായി. ഈ ബ്ലോക്കുകൾ കാരണമാണ്. ഈ ബ്ലോക്കുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുവിടുക. സോംബിക്ക് കയറാൻ പറ്റത്തില്ല. ചാടുണ്ടാവും ടീമൊക്കെ ഇങ്ങനെ പൊട്ടിക്കാം. പണ്ടാര സോംബി വില്ലേജർ തീർന്നടാ. ഇതേപോലെ മണ്ടന്മാരായ വില്ലേജർ ഇതിൽ കൊണ്ട് കുടുങ്ങും. അത് പറഞ്ഞിട്ടാണ് എൻ്റെ പേടി. അതുകൊണ്ട് നമുക്കിപ്പം തന്നെ പോയി 2 കൊണ്ട് പൂട്ടി വയ്ക്കാം. അതിൻ്റെ ടൂൾസൊക്കെ സെറ്റാക്കാം, എന്നിട്ട് പൂട്ടി വയ്ക്കാം. ഇവിടെ കുറച്ച് സ്റ്റോണ് കണ്ട്, ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം. വേണ്ട കുറച്ച് കോളും കണ്ടുപിടിക്കണം അവന്മാർക്ക് ലൈറ്റൊക്കെ. അല്ലെങ്കിൽ വുഡ് മതി, ചാർക്കോൾ ഉണ്ടാക്കാം. വെറുതെ കോള് കണ്ടുപിടിക്കാൻ നടക്കട്ടെ. കോള് കിട്ടി വെച്ചാൽ അതൊക്കെ, അല്ലെങ്കിൽ നമുക്ക് 2-3 ലോഗ് മൈൻഡ് ചെയ്തിട്ട് ചാർക്കോൾ ഉണ്ടാക്കാം. ഫർണസ് ആദ്യം ഉണ്ടാക്കണം കേട്ടോ. ഒരു 20 സ്റ്റോൺ മതി നിങ്ങൾക്ക്. 20 സ്റ്റോൺ വേണം. ഞാൻ 4 കൂടി മൈൻഡ് ചെയ്തിട്ട് ഈ സ്ഥലം കാലിയേക്കാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വില്ലേജെണ്ണം കൊണ്ട് കൂട്ടിയില്ലല്ലേ. ഇതിന് മുമ്പ് നമ്മൾ വേണ്ടി വീട്ടിൽ പോയിട്ട് സംഭവങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യേണ്ട. അയങ്കോളാണല്ലോ ഇങ്ങനെയാടാ. എന്ത് പറ്റിയടാ പാവടവേ. ഫൈറ്റ് ചെയ്ത് ഇങ്ങനെയാടാ. എൻ്റെ ഒരു അയൺ ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ചു കൊടുത്തരേ. അതിനില്ലടാ. എവിടെ നിന്ന് അയൺ കിട്ടും? അവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ചെസ്റ്റ് ഇവിടെ വീട്ടിൽ ചെസ്റ്റ് ഉണ്ടെന്നും കൂടി എനിക്കറിയാം. ദരിദ്രവാസി വില്ലേജാണ്. അവിടേക്കൊക്കെ ഉണ്ടോ കാണുന്നുണ്ട്. ആദ്യം നമ്മളെ ടൂൾസൊക്കെ സെറ്റാക്കി. ഇവനെ രക്ഷിക്കണം കേട്ടോ. ശരിയാവില്ല, അവൻ ചത്ത പണിയാണ്. ഇവനെ കാരണം നമ്മൾ ഇത്ര സേഫ്. എടാ ഔട്ട് പോസ്റ്റ്, അത് ഔട്ട് പോസ്റ്റ് അല്ലേ?
ഞാൻ ഇപ്പം എന്തോളാത്ത ബിൽഡ് കണ്ട് പോവാൻ നിന്ന ഔട്ട് പോസ്റ്റ് ഇത്ര നേരം ഇവിടെ നിന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഭഗവാനെ അപ്പം റെയ്ഡിനുള്ളതായി, റെയ്ഡ് നടത്താനുള്ളതായി. ഇപ്പം റെയ്ഡ് നടത്തില്ല കേട്ടോ. നമുക്ക് ഡയമണ്ട് ആർമറെങ്കിലും വേണം, അല്ല അറ്റ്ലീസ്റ്റ് അയൺ ആർമറെങ്കിലും വേണം. ഞാൻ വീടുകളിലൊക്കെ കയറി നോക്കാം, ജസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ദരിദ്രവാസി വില്ലേജാണ്. അവിടെ വില്ലേജാ നിൽക്കണോളെ, പേടിയാണ്. എപ്പോൾ എവിടെയില്ലാത്ത തെണ്ടികൾ ഇങ്ങോട്ട് ഇറങ്ങി വരാം റെയ്ഡ് വിളിക്കാൻ. സ്റ്റോൺ കട്ടറിൻ്റെ പോലല്ലേ അത്. പൂച്ച 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 പൂച്ച. ആ ഹേബാലേ ഹേബാലേ സാറ് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഒന്നും എന്നെ കണ്ണി കാണില്ല. കുറച്ച് മതി ഗൈസ്, പിന്നെ ആവശ്യമുണ്ടാവും. ഞാനെന്തിനാ വീണ്ടും പ്ലേസ് ചെയ്ത്. ഇന്നത്തെ വീഡിയോ വെറുതെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. വെറുതെ നമുക്ക് ഇനി സ്റ്റോൺ ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിർത്താം. സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിട്ട് നിർത്തുന്നില്ല, ആ എങ്കോളത്തിന് അങ്ങനെങ്കിലും ആണ് കണ്ടുപിടിക്കണം. ഇവിടെ തന്നെ ചെറിയ ചെറിയ കേവ്സ് ഒക്കെ ഉണ്ട് തോന്നുന്നു. ആ നമ്മൾ വരും സ്പോണിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ കേവ് ഉണ്ടില്ലേ, ഒക്കെ ധാരാളം. ഈ വെള്ള കുതിരനെ ഞാൻ, ഈ ബ്രൗൺ കുതിരനെ എനിക്ക് വേണം. യവന്മാരനെ ഞാൻ തൂക്കി 3 ഫാം ഇട്ടോ അടുപ്പിച്ചിട്ട്. ഈ കവ്, ഹോഴ്സ്, ഇതും കവ്, 2 കവ്. ഫുഡിൻ്റെ കുറച്ച് ഗൈസ്, ഞാൻ ഈ ഷെയ്ഡറൊക്കെ എടുക്കുന്ന ഒരു ആപ്പിൽ നിന്നാണ്. റിയലസ് ഷെയ്ഡർസ് ഫോർ ഇതെന്താണ് അത്. നമുക്കിനി ഇത് വെച്ച് ബ്രെഡ് ഉണ്ടാക്കാം, ആദ്യം വീറ്റ് ഉണ്ടാക്കുക. 3 ഹേബാലിൽ നിന്ന് എത്ര വീറ്റാ, 27 വെച്ച് എത്ര ഉണ്ടാക്കാൻ പറ്റും നോക്കാം. എത്ര ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഇതങ്ങോട്ട് ഉണക്കി വെച്ച് നമുക്ക് ഉണ്ടാക്കണം നോക്കാം. ഫസ്റ്റ് 9 ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 9 ഉണ്ടെങ്കിൽ 9 എണ്ണം നമുക്ക് മതി. ധാരാളം ഉണ്ട്, ധാരാളം. ഒരു സോർഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാം, എന്നിട്ട് ആക്സ്, സ്റ്റോണിൻ്റെ പിക്കാക്സ്, സ്റ്റിക്ക് വരുന്നു, വുഡില്ല, ലോഗുണ്ട്. ഇനി വീണ്ടും സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്ത് ഷവല് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റോൺ ടൂൾസിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാം. ഇൻവെൻ്ററിയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണം. ഈ സൈഡിൽ നിന്ന് വയ്ക്കും, ഞാൻ അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് വയ്ക്കുക. ഇനി മുതൽ ഈ സൈഡാക്കാം, മാറ്റിപ്പിടിക്കാം. ഫുഡ് ഈ പാട്ട ഇങ്ങനെ ഓരോ സാധനമായിട്ട് ഞാൻ വയ്ക്കുക. ഇതെടുത്ത് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഞാൻ അപ്പോൾ ഇങ്ങനെ സോർട്ട് ചെയ്തിട്ട് വയ്ക്കട്ടാ. ഇതിലിങ്ങനെ ചറപറ കിടക്കണോണ്ട് ഇത് ഇവിടെ, ഇത് ഇവിടെ. ഫസ്റ്റത്തെ ഒരു വരിയിലും ഒതുക്കാം. ഇത്ര സാധനങ്ങളേ ഉള്ളൂ, എന്തായിട്ടൊന്നുമില്ല. ഫുഡ് കഴിഞ്ഞാൽ തിന്നാം, ബ്രെഡ് അങ്ങോട്ട് തിന്നണോ. ഇനി പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഫുൾ സ്റ്റോൺ ടൂൾസിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ ടൂൾ ഇരിക്കട്ടെ, ഇപ്പോൾ പഠിക്കില്ല ആവശ്യം വരും. നമ്മൾ ഫുള്ള് സ്റ്റോൺ ടൂൾസ് ആൻഡ് ആർമറല്ല, സ്റ്റോൺ ടൂൾസിൻ്റെ ആർമർ സ്റ്റോൺ ടൂൾസിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളെല്ലാ സ്റ്റോൺ ടൂൾസും ഇപ്പം കാണിച്ചാൽ വീരപ്പൻ ഇതേപോലത്തെ ഇല്ലേ കളറും ഇവിടെ കണ്ണുള്ളത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇതേ ഷെയ്ഡുള്ളൂ. ഓക്കെ, ഒന്നും കാണില്ല. ആ ഇപ്പം കാണും. ഒരു നേരെ വേണ്ട.
തിന്നാൻ ഭക്ഷണം, ടെമ്പററി ബ്ലോക്ക്, ക്രാഫ്റ്റിംഗ് ടേബിൾ എല്ലാം ഉണ്ട്. കയ്യിലൊരു ബെഡ് മാത്രമില്ല, ഫർണീസും ഇല്ല. അപ്പോൾ നമുക്ക് ഫർണേസ് ഉണ്ടാക്കണം. മൊത്തത്തിലൊരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് നിർത്തുക തന്നെ ഉള്ളൂ. നമ്മളെ ഷെൽട്ടർ ഈ വില്ലേജർ പാവത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ വെച്ചാൽ ശരിയാവില്ല. പാവം അവനെ കിടന്നുറങ്ങണ്ടേ. പാവം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നമുക്കിതെല്ലാം തൂക്കോ അല്ല, എല്ലാം തൂക്കല്ല, നമ്മളാണ് ഈ ക്രാഫ്റ്റിങ്ങളൊക്കെ നമ്മുടെയാണ്. ഈ ബെഡ് തൂക്കണ്ടോ, പാവം ചെക്കൻ ഉറങ്ങണ്ടേ. അല്ല, ഒരു വില്ലേജ് ചത്തില്ലേ അവൻ്റെ ഈ ബെഡ്. അപ്പം അതിന് പ്രശ്നമൊന്നുമില്ല. രണ്ടാമതിനെ ട്രാപ്പ് ചെയ്ത് വെക്കണം, അതിനുള്ള പണി നോക്കണം. ഇതിനുള്ളിലാണ് വെക്കേണ്ടത്. ഇവനെ തുറന്നു വിട്ടാൽ ശരിയാവില്ല. പാവം വില്ലേജന്മാർ കഷ്ടപ്പെട്ട് പിടിച്ചതല്ലേ, വെറുതെ ഇങ്ങനെ യൂസ്ലെസ് ആണ്. അച്ചാടാ പോയടാ, കൊച്ചിക്കല്ല നല്ല ലെതറൊക്കെ ഉണ്ടല്ലോ, മുഴുത്തതാണിത്. എത്ര തിന്നാൻ കൊടുത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഇവിടെ ആയിരിക്കും നമ്മുടെ ഷെൽട്ടർ. ആരും കാര്യമില്ല, ഒരുത്തനും പേടിക്കണ്ട, ഒരുത്തനെയും പേടിക്കണ്ട. നമ്മുടെ ബെഡ് ഇങ്ങനെ വെച്ചിട്ട് ഫെൻസല്ലേ, റെഡാ അതൊക്കെ മക്കളില്ല. നമ്മൾ 2 ക്രാഫ്റ്റ് ടേബിളിൽ ഒന്ന് ഇവിടെ വയ്ക്കാം. ഇപ്പോൾ കാരണം വയ്ക്കാൻ പറ്റുന്നു. ഇങ്ങനെ വേണ്ടല്ലോ. നമ്മുടെ ബെഡ് എടുത്ത് ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മുടെ ക്രാഫ്റ്റ് ടേബിൾ എടുത്ത് ഇവിടെ ഇങ്ങനെ വെക്കണം. വെച്ച് ഫർണസ് എടുത്ത് ഇവിടെ ഇങ്ങനെ വെക്കണം. അയ്യ വേണ്ട, ശരിയാവില്ല. ഇതല്ലേ ഫർണസ് എടുത്ത് രാത്രി ഇതിൻ്റെ ഒപ്പം തന്നെ വയ്ക്കാം. കിടന്നുറങ്ങും. മര കുറഞ്ഞു, സൂര്യനൊന്നും അസ്തമിക്കുന്നുണ്ട്. വേഗം ഉറങ്ങും. അത് പറയുമ്പോൾ ഉറങ്ങും. ഉള്ളു ഗൈസ്, എൻ്റെ പൊന്ന് ഗൈസേ, ഇത്രയും നേരമായിട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ചെയ്തില്ല, ലൈക്കും ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില നന്മ മനസ്സുകൾ ചെയ്തിട്ടുണ്ടാവും. അത് ചില നന്മ മനസ്സുകൾക്ക് അങ്ങനെയാണ്. ചിലവന്മാർ ചെയ്തിട്ടുണ്ടാവില്ല. അല്ല, ചില നന്മ മനസ്സുകളെ മറന്നുണ്ടാവും. നന്മ മനസ്സുകളെ ഒന്ന് ചെയ്യോ പ്ലീസ്, ഞാൻ പാവമല്ലേ. ഇനി ഞാൻ പറഞ്ഞല്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യട്ടെ. അല്ല, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യട്ടെ. പാവം കുട്ടിയല്ലേ. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. അങ്ങോട്ടും പോകണം, അങ്ങോട്ടും പോവാച്ചാൽ അങ്ങോട്ടും പോവാൻ അങ്ങനെ ഉദ്ദേശമല്ലേ. ഈ ഗേറ്റ് എടുത്തിട്ട് അപ്പുറത്തെ ഫാമിൽ എന്തൊക്കെ ഉണ്ടെന്ന് അതൊക്കെ തീർക്കാനല്ല. ഹായ് പശുമ്പ കുറ്റി കുറ്റി കുറ്റി, അത് കൊണ്ടുമ്പോൾ എത്ര ഇവിടെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. എടാ എവിടെ കൂടുകൊണ്ട് വെച്ചിരിക്കുന്നു നോക്ക്. കറക്റ്റ് സ്പേസ്, കറക്റ്റ് തങ്ങി നിൽക്കണ പോലെ. ചെറിയ ബ്ലോസൊക്കെ ഇവിടെ 10 ഉമ്മാർ ഇവിടം വരെ കൊന്നിട്ട്. ഇത് ഇവിടെ വരെ ഒരു ഫാം, ഇതിൻ്റെ മണ്ടക്ക് ഇത്രയും വലിയ ഫാമുണ്ട്. ഓ വെറുതെ പാവം പശു. ഇവിടെ കൊണ്ടുവരാട്ടോ. എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. അവിടത്തെ ഇങ്ങോട്ട് കുറച്ച് വലുതുണ്ട്. ഈ പന്നിക്കുട്ടൻ നമുക്ക് വളർത്താം. ഇത് എൻ്റെ പന്നി അത്രേ ഉള്ളൂ. എൻ്റെ പന്നിക്കുട്ട, നീ കള്ളനാണ്. കാരണം നീ എല്ലാം തിന്നും, ചളി തിന്നും, ചേറ് തിന്നും. ഒന്നങ്ങനെ ചാടിക്കറാ, ചാടാനും ആവില്ല പണി. പക്ഷേ എത്ര പ്രാവശ്യം അങ്ങോട്ട് മാറ്റും. പാവം ക്രാഫ്റ്റിൻ്റെ നമ്മൾ ഫർണസ് എന്ന് ഞാൻ പറയില്ല. ബെഡ് സിമ്പിളായിരുന്നു. വീണ്ടും നമുക്ക് അങ്ങോട്ട് പോവാം.
കറക്റ്റ് ഹണി ബീനെ നോക്കാൻ പോകുന്നത് നന്നായി. മുകളിലൊരു വലിയ ഫാമല്ലേ നിൽക്കണേ. അവിടെ കയറി വീട് വയ്ക്കാം, അല്ല വീട് ഷെൽട്ടർ വയ്ക്കാം. അവിടെ തന്നെ കോളും ഉണ്ടല്ലോ, നല്ല ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പന്നിക്ക് മാത്രം സ്പെഷ്യാലിറ്റി. പോലെ 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 ചെക്ക ചാടിക്കറി വരികയാണേ. വണ്ടി കൊച്ചു കള്ള. ഇനി നമ്മുടെ ബെഡിന്റെ മുകളിൽ കയറി. സ്വാതന്ത്ര്യം കിട്ടി, സ്വാതന്ത്ര്യം കിട്ടി 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 കിട്ടിക്ക കിട്ടിക്ക സാധനം കിട്ടിക്ക. എന്താണോ ഞാൻ ചാടിപ്പോന്നാണ് എൻ്റെ പേടി. ഞാനിവിടെ ലീച്ചിട്ട് നിന്നു. ചെക്ക ശരിയല്ല. ഒരടി ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇവിടെ നമ്മുടെ ഫർണസ്. ഇങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് തീ കത്തും. സൂപ്പറല്ലേ? എന്തെങ്കിലും കുക്ക് ചെയ്ത് വെക്കാം. ഇതന്നെ കുക്ക് ചെയ്യാം. 1 മിനിറ്റ് ഇത് വെച്ച് 6 സ്ലാബാക്കി വെള്ളത്തിനുള്ളിൽ തീ കത്തത് എല്ലാവരും കാണാൻ പോണ്. വെള്ളമൊന്നും വിശ്വല്ല ഫർണസിന്. അതൊക്കെ കത്തും. അതൊക്കെ അത്രയുള്ളൂ. ചിങ്കം ചിങ്കം രൂപല ചിങ്കം. സൈഡിലൊക്കെ നമുക്ക് ഓരോ ടേബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഇറ്റന് ചാടിപ്പൂണുണ്ടാ കണ്ടാ അതിൻ്റെ മണ്ടയിൽ കയറി ചാടാൻ നോക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റേസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ട്. അതാകുമ്പോൾ പെട്ടിക്കൊണ്ടിനുള്ളതാണ് വന്ന് വീഴുക. പന്നിക്കുട്ടന് ക്യാരറ്റ് വേണം. ക്യാരറ്റ് പിന്നെ പറിച്ചോണ്ട് വരാം കേട്ടോ. എൻ്റെ ഇമോട്ടൊക്കെ പോയി. ചേഞ്ച് ഇമോട്ട്സ്. ഇമോട്ടൊക്കെ വെക്കാം, അതാണ് നല്ലത്. ഞാനൊരു ഹായിൻ്റെ അതൊക്കെ വെച്ചതാണ്, അതൊക്കെ പോയി. ഇത്രയുള്ളൂ. ഇതെന്തോന്നു? നമ്മുടെ സുധീരന്റെ സ്കിന്നാണ്. അത് പറയാൻ പറഞ്ഞുപോയി. മണ്ണാച്ചി അൺലോക്കടാ. കളക്ട് ചെയ്യാം. അവിടെ അങ്ങോട്ട് ഇപ്പം കാണിച്ചു തരാം. എൻ്റെ ഇമോട്ട് കാണിച്ചു തരാം. അയ്യോ ഫസ്റ്റ് പോച്ച് എല്ലാം പോച്ച്. ഇനി ഫസ്റ്റ് ഓട്ട് വരാണ്. അല്ലെങ്കിൽ നമുക്ക് സമയമൊന്നുമില്ല. നമ്മൾ വീഡിയോ ഒക്കെ അത്യാവശ്യം ലോങ് ആയി. ഇനി നമുക്ക് പറഞ്ഞില്ല. അപ്പോൾ ഇനി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാം. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വരാം. അല്ലെങ്കിൽ ഇമോട്ടും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് പോവാം. നമ്മൾ തലയിറങ്ങി വീടിൻ്റെ ഇമോട്ടൊക്കെ എക്കിപ്പാക്കിയിട്ടുണ്ട്. തിന്നാൻ സമയമായി. എനിക്ക് തിന്നണം, അതേപോലെ കഴിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ട് 12 അത്ര 16 ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്നിട്ട് ഒരു 50 സബ്ബാക്കി തരിക. 50 സബ്ബാക്കിയ മുന്നേ 50 സബ്ബാക്കിയ ഞാൻ നിങ്ങൾ 50 സബ്ബായി കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇടും. ആ സമയത്ത് നിങ്ങൾ ഒരു ഷോർട്സ് കളിക്കും. ഷോർട്സിൻ്റെ അതിൽ നിങ്ങളെ UID കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ UID എന്താണ്? UID ഇതില്ലേ, UID വെച്ചിട്ട് അങ്ങനെ കമൻറ്റ് അങ്ങനെ നോക്കും. എനിക്കിഷ്ടപ്പെട്ട അല്ല എന്താ കമൻറ്റ് ഒറ്റ ആർട്ടിക്കലുണ്ട്. അതിൻ്റെ പേര് കമൻറ്റ് പിക്കറോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. അത് വെച്ച് ഒരു കമൻറ്റ് എടുക്കും. അങ്ങനെ നമ്മൾ ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുക. അയാളുടെ UID ഞാൻ സെർച്ച് ചെയ്യും. എന്നിട്ട് അയാൾക്ക് ഒരു 50 രൂപ റെഡി കൂടെ ഇങ്ങോട്ട് തരും. 50 രൂപ അത് ഒത്തിരി കൂടിപ്പോയതാണ്. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ 50 സബ് പിടിച്ചാൽ തരണം, 50 സബ് പിടിച്ചാൽ തരണം, 100 സബ് പിടിച്ചാൽ തരണം പറഞ്ഞിട്ടിരിക്കുകയാണ്.
ഒരു 30 രൂപ റെഡീം കോഡ് തരും. 30 രൂപ വേണമെങ്കിൽ UID കമൻറ്റ് ചെയ്യും. ഈ വീഡിയോയിലല്ല, ഈ വീഡിയോ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. 50 സബ് ആകുമ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടും, അതിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കില്ല. നമുക്ക് ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് വേൾഡ് വന്നില്ല. അപ്പോൾ ഇനി നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കില്ല. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബിലേക്ക് ചെയ്യാൻ മറക്കല്ലേ.